ഇന്നിപ്പോൾ സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. ആ നോട്ടീസ് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അവർ നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ അടിയന്തര പ്രമേയം വിശദമായി ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയിരിക്കുകയാണ്. ചർച്ച 1 മണി മുതൽ 3 മണി വരെ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടക്കും. ഏതായാലും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഈ പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ശ്രമിച്ചതെങ്കിലും യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിനും പറയേണ്ടി വന്നിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ധനകാര്യ കമ്മീഷൻ നിലപാടിനെ വിമർശിച്ച പ്രതിപക്ഷത്തിന്റെ നിലപാടിന് നന്ദിയുണ്ടെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇത്തരമൊരു പ്രമേയം കൊണ്ടുവന്നതിൽ പ്രതിപക്ഷത്തോട് നന്ദി പറയുന്നു. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ആ തീരുമാനം അടിയന്തര പ്രമേയം വിശദമായി ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ്. ഷീജ ചേരുകയാണ്. ഷീജ, സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധിയാണ് ഇവിടെ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. ആ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച ചെയ്യാം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വിശദീകരിച്ച എന്താണ്? തീർച്ചയായും മനു, ഏതായാലും അടിയന്തര പ്രമേയത്തിൽ വിശദമായ ചർച്ച, പ്രത്യേകിച്ചും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളൊരു വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ വിഷയം. കാരണം ഇത്തരത്തിലൊരു പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെങ്കിൽ പോലും ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് വരുമ്പോൾ ഏറെ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആമുഖമായി തന്നെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് ഇത്തരം ഒരു പ്രമേയം കൊണ്ടുവന്നതിൽ പ്രതിപക്ഷത്തോട് നന്ദി പറയുകയാണ്. കാരണം സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഈ ഒരു പ്രമേയത്തിലൂടെ ശ്രമിക്കുന്നതെങ്കിൽ പോലും യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിന് പറയേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ള കാര്യവും ആണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത്. ധനകാര്യ കമ്മീഷന്റെ നിലപാടിനെ വിമർശിച്ച പ്രതിപക്ഷത്തിന്റെ നിലപാടിനും അദ്ദേഹം നന്ദി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് ഈ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളത് തന്നെയാണ്. അടിയന്തര പ്രമേയത്തിന്മേൽ വിശദമായ ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയുള്ള സമയം ചർച്ചയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നതായി സ്പീക്കറും അറിയിച്ചു. ഏതായാലും ഈ ചർച്ച അത് ഏറെ നിർണായകമാകുന്ന ഒരു ചർച്ച തന്നെയായി മാറും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഫെബ്രുവരി 8-ാം തീയതി ദില്ലിയിൽ സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം സംസ്ഥാനത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കം സംസ്ഥാനം അനുഭവിക്കുന്നതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ളൊരു സമരം നടക്കുന്ന സാഹചര്യം, പ്രതിപക്ഷത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതിനൊപ്പം സഹകരിക്കാത്ത ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയ വിഷയം കൊണ്ടുവരുന്നത്. അടിയന്തര പ്രമേയ വിഷയം അത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് കൊണ്ടുവരുന്നതെങ്കിൽ പോലും ഇതിന്റെ ഇത്തരത്തിലൊരു ധനപ്രതിസന്ധിക്ക് കാരണം എന്താണ് എന്നുള്ളത് വിശദമായി തന്നെ ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വരും എന്നുള്ളതിൽ സംശയമില്ല. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, അതിന് കാരണം കേന്ദ്രം നമുക്ക് തരാനുള്ള വലിയ തുക 57,000 കോടിയിലധികം രൂപ പല ഇനങ്ങളിലായി നമുക്ക് നൽകാനുണ്ട്. അതിൻ്റെ സാഹചര്യം നിൽക്കുന്നു. പക്ഷേ പ്രതിപക്ഷം അതിനെയൊക്കെ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അവർ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നാണ്. അപ്പോൾ പൊതുസമൂഹത്തെ ഈ വിഷയം കൃത്യമായി ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിയും, പ്രതിപക്ഷത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും ഈ ചർച്ചയിലൂടെ എന്ന വിശ്വാസവും ആത്മവിശ്വാസവുമാണോ സർക്കാരിനുള്ളത്? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം പ്രതിപക്ഷം ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ളത് അത് പൊതുജന സമക്ഷം ഇതിനു മുൻപ് തന്നെ സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഓരോ മണ്ഡലങ്ങളിലും എത്തുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിച്ചിരുന്നതും ഇത് തന്നെയാണ്. ഏത് രീതിയിലാണ് സംസ്ഥാനത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നത് സാമ്പത്തികമായി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയത്. കാരണം ഒരു മേഖലയിൽ അല്ല, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഗ്രാന്റുകൾ, കടമെടുക്കാനുള്ള പരിധി, വായ്പ എടുക്കാനുള്ള പരിധി, എന്തിന് പെൻഷൻ വിതരണത്തിൽ പോലും വലിയ തോതിലുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ഞെരുക്കത്തിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്ന സാഹചര്യം, അതാണ് ഇപ്പോഴുള്ള ഈ ഒരു ധനപ്രതിസന്ധിക്ക് കാരണം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എത്രയൊക്കെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് തന്നെ പറയാൻ നിരവധി വിഷയങ്ങളുണ്ട്. കണക്കുകൾ നിരത്തി തന്നെയായിരിക്കും ഈ ഒരു ചർച്ചയിൽ ധനമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതിൽ സംശയമില്ല. മനു, തീർച്ചയായും ഇപ്പോൾ 1 മണി മുതൽ 3 മണി വരെയാണല്ലേ സമയം അനുവദിച്ചിരിക്കുന്ന ചർച്ചയ്ക്ക്?
തീർച്ചയായും നിയമസഭയുടെ മറ്റു പരിപാടികളുണ്ട്. കാരണം ഇപ്പോൾ ചോദ്യോത്തരവേള കഴിഞ്ഞതിന് ശേഷം ശൂന്യവേളയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ, മേശപ്പുറത്ത് വയ്ക്കുന്ന കടലാസുകൾ, അങ്ങനെ അതിന്റെ കാര്യപരിപാടികളുണ്ട്. അവയെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം 1 മണിക്ക് കൃത്യം ചർച്ച ആരംഭിക്കുന്നതായിരിക്കും. 1 മണി മുതൽ 3 മണി വരെ ആയിരിക്കും ചർച്ച. അതിനുശേഷം മാത്രമായിരിക്കും നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമാകുക. ഏതായാലും ഈ 1 മണി മുതൽ 3 മണി വരെയുള്ള ചർച്ചയിൽ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അംഗങ്ങൾ സംസാരിക്കും. അതിനുശേഷം പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ സഭയിൽ വിശദീകരിക്കും.